നമസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരി തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 9 മണിക്ക് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന പരിപാടിയോടെയാണ് കലോത്സവം ആരംഭിക്കുന്നത്. ജനുവരി 4-ന് ആരംഭിക്കുന്ന കലോത്സവം ജനുവരി 8-ന് അവസാനിക്കും. കലയുടെ വലിയ പൂരം കൊഴുപ്പിക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൗമാര പ്രതിഭകൾ തിരുവനന്തപുരത്തെത്തി തുടങ്ങി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്ന മത്സരാർത്ഥികളെ ആർപ്പുവിളികളോടെയും വാദ്യഘോഷത്തിന്റെയും അകമ്പടിയോടെയാണ് സംഘാടകർ സ്വീകരിച്ചത്. മഹാമേളയ്ക്ക് ഒരു ദിവസം മുൻപ് തന്നെ തലസ്ഥാന നഗരിയിലെത്തിയ ആദ്യ സംഘം കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ 70ഓളം പേരടങ്ങുന്നതായിരുന്നു സംഘം. തൊട്ടു പിന്നാലെ വയനാട്ടിൽ നിന്നുള്ള കുട്ടികളും എത്തി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ മാലയണിയിച്ച് മധുരം നൽകിയാണ് സംഘാടകർ കുട്ടികളെ സ്വീകരിച്ചത്. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, MLA മാരായ ആന്റണി രാജു, M വിൻസെന്റ്, മേയർ ആര്യ രാജേന്ദ്രൻ, പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ധന്യ ആർ കുമാർ എന്നിവർ ചേർന്നാണ് കുട്ടികളെ സ്വീകരിച്ചത്. തിരുവനന്തപുരം നഗരത്തിലെ 25 വേദികളിലായി 249 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും. 15,000-ലധികം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കാനായി എത്തുന്നത്. പ്രധാന വേദിയായി സെൻട്രൽ സ്റ്റേഡിയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 30 ഗ്രീൻ റൂം, 40ഓളം ശുചിമുറികൾ, ഫിൽട്ടർ ചെയ്ത ശുദ്ധജലം ലഭിക്കുന്ന പൈപ്പ് കണക്ഷനുകളടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി. മത്സരവേദികൾക്ക് കേരളത്തിലെ പ്രധാന നദികളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. 8 വർഷത്തിനു ശേഷമാണ് തലസ്ഥാനത്ത് സ്കൂൾ കലോത്സവം നടക്കുന്നത്. ഓരോ വേദികൾക്കും പ്രത്യേകം QR കോഡുകളുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലും ബസ്സുകളിലും QR കോഡുകൾ പ്രദർശിപ്പിക്കും. മൊബൈൽ ഫോണിലൂടെ QR കോഡ് സ്കാൻ ചെയ്ത് ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനും മറ്റ് വിവരങ്ങളും ലഭിക്കും. കലോത്സവത്തിനായി മറ്റ് ജില്ലകളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് QR കോഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മത്സരഫലങ്ങൾ വേദിക്കരികിൽ പ്രദർശിപ്പിക്കാൻ ഡിജിറ്റൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സരങ്ങൾ തത്സമയം കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും. മത്സരങ്ങൾ വീക്ഷിക്കുന്നതിനും മത്സരങ്ങളുടെ പുരോഗതിയും തത്സമയം അറിയുന്നതിന് കൈറ്റ് റിലീസ് ചെയ്തിട്ടുള്ള മൊബൈൽ ആപ്പ് ഉപയോഗിക്കാം. ഉത്സവം എന്ന പേരിലുള്ള മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. മത്സരാർത്ഥികൾക്ക് 253 സ്കൂളുകളിലാണ് താമസമൊരുക്കിയത്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേക താമസ സൗകര്യമുണ്ട്. എല്ലാ താമസ സ്ഥലങ്ങളിലും അധ്യാപകരെ 2 ഷിഫ്റ്റായി ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. പെൺകുട്ടികൾ താമസിക്കുന്ന സ്കൂളുകളിൽ വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ സേവനമുണ്ട്. SMV സ്കൂളിലാണ് രജിസ്ട്രേഷൻ കൗണ്ടറുകൾ. നാളെ കലാമാമാങ്കത്തിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ശ്രീനിവാസൻ തൂണേരി രചിച്ച കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ കുട്ടികളും പൊതുവിദ്യാലയത്തിലെ കുട്ടികളും ചേർന്ന് അവതരിപ്പിക്കും. വയനാട് വെള്ളാർമല GHSSലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സംഘനൃത്തം ഉദ്ഘാടനത്തിന്റെ ഭാഗമാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 1-ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരം നടക്കും. ആദ്യ ദിവസം 24 വേദികളിലാണ് മത്സരം നടക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇത്തവണയും രുചിമേളം ഒരുക്കുന്നത് പഴയുടെ മോഹനൻ നമ്പൂതിരിയാണ്. ഭക്ഷണപുരയുടെ പാലുകാച്ചലിനെത്തിയ മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, മറ്റ് വിശിഷ്ട അതിഥികൾ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് തന്റെ സ്പെഷ്യൽ പായസം നൽകി പഴയിടം കർമ്മനിരതനായി. 2006-ലെ സംസ്ഥാന സ്കൂൾ കലോത്സവം മുതൽ പഴയിടം മോഹനൻ നമ്പൂതിരിയും കൂട്ടരുമാണ് ഭക്ഷണപുരയുടെ ചുമതല വഹിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് 14 തവണയും സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് 15 തവണയും പഴയിടം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണപുരയിൽ ദിവസവും 40,000 പേർക്ക് ഭക്ഷണം ഒരുക്കും. രാത്രിയിലെ അത്താഴം മുതൽ ഭക്ഷണശാല പ്രവർത്തന സജ്ജമാകും. 3 നേരവും ഭക്ഷണം ഉണ്ടാകും. 10,000 പേർക്ക് പ്രഭാത ഭക്ഷണവും 20,000 പേർക്ക് ഉച്ചഭക്ഷണവും 10,000 പേർക്കുള്ള അത്താഴവും ഭക്ഷണപുരയിൽ തയ്യാറാക്കും. 3 നേരവും ഇലയിലാണ് ഭക്ഷണം നൽകുന്നത്. വ്യത്യസ്തമായ പ്രഭാത ഭക്ഷണമാണ് ഓരോ ദിവസവും നൽകുക. ഉച്ചയ്ക്കുള്ള സദ്യയ്ക്ക് 12 കറികളും പായസവുമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് സമാഹരിച്ച ഭക്ഷ്യവിഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഭക്ഷണപുരയിൽ എത്തിച്ചിരുന്നു. പുത്തിരിക്കണ്ടം മൈതാനത്ത് തയ്യാറാക്കിയിട്ടുള്ള നെയ്യാർ പന്തലിൽ ഒരേ സമയം 4,000 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുണ്ട്. 200 പേർക്കിരിക്കാവുന്ന 20 നിരകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൗട്ട് ആൻഡ് ഗൈഡ് അംഗങ്ങളും ഉൾപ്പെടെ 350 പേർ ഭക്ഷണം വിളമ്പുന്നുണ്ട്. അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഭക്ഷണ കമ്മിറ്റിയുടെ പൊതു ചുമതല.